ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يوم ندعو كل أناس بإمامهم فمن أوتي كتابه بيمينه فأولئك يقرؤون كتابهم ولا يظلمون فتيلا. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞായറാഴ്ചകളുടെ വൈകുന്നേരങ്ങൾ നമുക്ക് ഈ സെൻറ്ററിൽ വല്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് നമുക്കുണ്ടാവാറുള്ളത്. പക്ഷേ ഞായറാഴ്ചകളിലെ വൈകുന്നേരങ്ങളെ പലപ്പോഴും ഇവിടെ ഈ സെൻറ്ററുമായി ബന്ധപ്പെട്ട് നമ്മളിൽ ചില ആളുകൾ മാത്രമാണ് അതിനെ ഉപയോഗപ്പെടുത്താറുള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിൻ്റെ കലാമിനെ കേൾക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കാനുമൊക്കെ അല്പം സമയം ചെലവഴിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനർഘ നിമിഷങ്ങളാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. ഉപകാരപ്രദമായ അറിവ് ജീവിതത്തിൽ അള്ളാഹു വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. നമുക്കറിയാം, ഇന്ന് ദുബായിൽ ഒരുപാട് പഠന സംരംഭങ്ങളെ നമുക്ക് കാണാനാകും. ഒരുപാട് മർക്കസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രങ്ങൾ, അല്ലേ? ഖുർആൻ പഠിക്കാനുള്ള കേന്ദ്രങ്ങൾ, ഖുർആൻ ഹിഫ്ള് ചെയ്യാനുള്ള കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ മറ്റു ഒരുപാട് ഇസ്ലാമികമായ സ്ഥാപനങ്ങൾ, അൽ മുഅസ്സസാത്തുൽ ഇസ്ലാമിയ, ഒരുപാട് സ്ഥാപനങ്ങളെ നമുക്ക് കാണാം. ഈ രാജ്യത്ത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഇത്തരം സ്ഥാപനങ്ങൾ. അത് ഇവിടുത്തെ ഭരണാധികാരികളുടെ അനുമതിയോടെ, പലപ്പോഴും അവരുടെ തന്നെ എല്ലാവിധ സഹകരണത്തോടെയും ഒക്കെ നടന്നു പോകുമ്പോൾ അതിൻ്റെ വിലയെ പലരും എന്ത് ചെയ്യാറില്ല, മനസ്സിലാക്കാറില്ല. ഇത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ ഇത്തരം സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇത്തരം വലിയ നിഅമത്തുകളും ഒരു നിമിഷം പെട്ടെന്ന് നിന്നുപോയാൽ അപ്പോൾ വിലപിച്ചിട്ട് നമുക്കൊരു കാര്യവും ഇല്ല. ഉണ്ടാവുന്ന സമയങ്ങളിൽ നമ്മുടെ ഊർജവും നമ്മുടെ എല്ലാവിധ ശ്രമവും ഇത്തരം സംരംഭങ്ങൾക്കും ഇത്തരം സംവിധാനങ്ങൾക്കും വേണ്ടി നമ്മൾ നൽകുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ എന്നുള്ള ഒരു അന്യദേശത്ത് വന്ന്, ഒരു അന്യരാജ്യത്ത് വന്ന് ജോലിയെടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ദീന് പഠിക്കാനും നമ്മുടെ ഈമാനിനെ പുതുക്കാനും നമ്മുടെ അറിവുകളെ പരമാവധി വർദ്ധിപ്പിക്കാനും ഒക്കെ കിട്ടിയ അവസരം അള്ളാഹു ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അള്ളാഹു ഈ അനുഗ്രഹത്തെ നിലനിർത്തി തരട്ടെ. പല കാരണങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ പല ചില തീരുമാനങ്ങൾ കൊണ്ടൊക്കെ പലതും നിന്നു പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഇനിയും നന്മകളായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഇതിനെ നിലനിർത്തി തരുമാറാവട്ടെ. അതിനുവേണ്ടി അധ്വാനിക്കുന്നവർക്ക് അള്ളാഹു എല്ലാവിധ സഹായവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിന്ന് സംസാരിക്കുന്നത് ഹദീസുകളെ സംബന്ധിച്ചാണ്. ഹദീസുകളും നമ്മളും എന്ന ഒരു വിഷയം. ഈ ഒരു വിഷയം എന്തിനാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അൽ ഹിക്മത്തുൻ നബവിയ്യ എന്നായിരുന്നു UAE-യിലുണ്ടായിരുന്ന എല്ലാ പള്ളികളിലെയും ഖുതുബ വിഷയം.
അൽ ഹിക്മത്തുൻ നബവിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിക്മത്തുകൾ, പ്രവാചക അധ്യാപനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന തത്വങ്ങൾ. നബിയുടെ ഹദീസുകൾക്കൊരു മാസ്മരികതയുണ്ട്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കൊരു സ്വാധീന ശക്തിയുണ്ട്. ആ നബിയുടെ വർത്തമാനം വേറെ ആളുകളുടെ വർത്തമാനം പോലല്ല. ലോകത്ത് ഒരുപാട് വലിയ മഹാവിചക്ഷണർ, മഹാപണ്ഡിതന്മാർ, വലിയ വലിയ അറിവും സർട്ടിഫിക്കറ്റുകളും നേടിയെടുത്ത വലിയ വലിയ ഗവേഷകന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് പലരും. പക്ഷേ അവരുടെ വാക്കുകൾ പോലെയോ അവരുടെ കുറിപ്പുകൾ പോലെയോ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. വമാ യൻതിഖു അനിൽ ഹവ, നബി ഒരിക്കലും സ്വന്തം ഇച്ഛപ്രകാരം ആഗ്രഹപ്രകാരം അവിടുന്ന് ഒരു വാക്കുപോലും മുണ്ടിയിട്ടില്ല. അവിടുന്ന് മുണ്ടിയത് മുഴുവനും എന്താണ്? വഹയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങൾക്ക് കൂടുതൽ അതിനൊരു ബഹുമാനവും നബി വർത്തമാനങ്ങൾക്ക് കൂടുതൽ ഒരു ആദരവും നൽകുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ മനസ്സിലെ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ കേൾക്കാൻ കൊതിക്കുക എന്ന് പറയുന്നത് തന്നെ ഈമാനിൻ്റെ ഭാഗമാണ്. കാരണം അള്ളാഹുവിൻ്റെ വഹയിനെ പഠിക്കാനാണ് അയാൾ എന്ത് ചെയ്യുന്നത്? കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കാലാന്തരികത്തിൽ പഠിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നബി വർത്തമാനങ്ങളെ മനഃപ്പാഠമാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നബി വർത്തമാനങ്ങളുടെ ആഴവും പരപ്പിനെയും ലോകത്തെ വിശദീകരിച്ച് അതിൻ്റെ എല്ലാവിധ സൗന്ദര്യവും എന്ത് ചെയ്തിട്ടുണ്ട്? ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്കൊക്കെ ഹദീസുകൾ എന്ന് പറയുമ്പോൾ അട്ടിയിട്ട പല ഗ്രന്ഥങ്ങളുടെയും ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരിക. സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്വഹീഹ് മുസ്ലിം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ രണ്ട് ചട്ടക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പേജുകളും അതിലെഴുതി വെക്കപ്പെട്ട നബിവചനങ്ങളുമാണ്. പല ഗ്രന്ഥങ്ങളും അല്ലെ അട്ടിക്കട്ടിക്കിട്ട് വച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് ഹദീസുകൾ മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞത് വളരെ എളുപ്പമാണ്. ഹദീസ് മനഃപ്പാഠമാക്കുക, ഹദീസ് പഠിക്കുക എന്നൊക്കെ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഭയങ്കര എളുപ്പമാണ്. ഒരു ഹദീസിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ, ഒരു ഹദീസിൻ്റെ ഒരു പദം കിട്ടിയാൽ അതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമാകുന്ന വിധം നമ്മുടെ വിരൽത്തുമ്പുകളിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇന്ന് അത്രമേൽ ഹദീസുകൾ സുലഭമാണ്. അത് പഠിക്കാനുള്ള സൗകര്യങ്ങൾ സുതാര്യമാണ്. അത് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ എളുപ്പമാണ്. പക്ഷേ ഇതൊന്നും എളുപ്പമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലും ഹദീസുകൾക്ക് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ ചെലവഴിച്ച ഒരുപാട് മുഹദ്ദിസുകളുടെ ചരിത്രം നമുക്ക് കാണാം. അവർക്ക് ഹദീസുകളോടുണ്ടായിരുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹദീസുകൾ വായിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ഹദീസുകൾ കേൾക്കുമ്പോൾ പോലും അവരുടെ മാനസികാവസ്ഥയിലേക്ക് നമ്മളാരും എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ഒരു പക്ഷേ ഹദീസുകൾ വായിക്കാനും ഇനി കേൾക്കാനൊക്കെ ഉള്ളൊരു ഊർജ്ജാവും. നമ്മളൊന്നും അവിടേക്ക് എത്തിയിട്ടില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഹദീസുകൾ ഇങ്ങനെ എത്തിക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ ഹദീസുകളോടുള്ള സമീപനം തന്നെ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. എന്നിട്ടല്ലേ ഹദീസ് കേൾക്കാൻ ഒരാൾ മുന്നിൽ വന്നിരിക്കണത്. നമുക്കൊരു ഹദീസ് ക്ലാസ്സുകൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു 3, 4, 5 ആളുകളായിരിക്കും ഹദീസ് ക്ലാസ്സിന് ഉണ്ടാവുക. ഹദീസ് ക്ലാസ് അല്ല, അതിങ്ങനെ നടന്നു പോട്ടെ എന്നുള്ള രീതിയിലാണ്. ഇന്ന് ഹദീസ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഗൗരവമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യമോ തിരിച്ചറിയാത്ത ആളുകൾ ഒരുപാടുണ്ട്. ഖുർആൻ പോലെയല്ല ഹദീസ്. കൃത്യമാണ് അല്ലേ? ഖുർആനും ഹദീസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഖുർആനിൻ്റെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആനെ അള്ളാഹു സംരക്ഷിക്കുമെങ്കിൽ ഹദീസുകളും എന്താണ്? സംരക്ഷിക്കപ്പെട്ടതാണ്. കാരണം ഖുർആനിൻ്റെ വിശദീകരണം സംരക്ഷിക്കപ്പെടേണ്ടതും അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. ഇന്ന അലൈന ജംഅഹു വ ഖുർആന, റബ്ബ് പറയുന്നു ഖുർആനിനെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതും മാത്രവുമല്ല അതിനെ സൂക്ഷിക്കുക എന്നുള്ളതും എൻ്റെ മേലുള്ള ബാധ്യതയാണ്, റബ്ബിൻ്റെ ബാധ്യതയാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അപ്പോൾ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നുള്ളത് ഉറപ്പാണ്, റബ്ബിൻ്റെ വാക്കാണ്. അപ്പോൾ ഖുർആൻ നിലനിൽക്കുമെങ്കിൽ ഹദീസുകളും നിലനിൽക്കും. അതിൻ്റെ തെളിവെന്താണ്? അതിൻ്റെ അടുത്ത ആയത്താണ്, ഇന്ന അലൈന ജംഅഹു വ ഖുർആന സുമ്മ ഇന്ന അലൈന ബയാന. ആ ഖുർആനിനെ നാം ബയാൻ ചെയ്യുക എന്നുള്ളതും എൻ്റെ കടമയാണ്. അള്ളാഹ് പറയുന്നത് എൻ്റെ ബാധ്യതയാണ്. റബ്ബിൻ്റെ ബാധ്യത അല്ല, റബ്ബിൻ്റെ റഹ്മത്താണ്. അത് നമുക്ക് കിട്ടിയ റബ്ബിൻ്റെ കാരുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരുജീവിതത്തിലൂടെ, വാക്കുകളിലൂടെ, പ്രവർത്തികളിലൂടെ, അവിടുത്തെ അംഗീകാരങ്ങളിലൂടെ ഖുർആനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. ആ വിശദീകരണം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്നുള്ളതും റബ്ബിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ഒരാൾ ഖുർആൻ പഠനത്തിന് സമയം ചെലവഴിക്കുന്നത് പോലെ തന്നെ
ഖുർആനെ ഹിഫ്ളാക്കാനും ഖുർആനെ പാരായണം ചെയ്യാനും ഖുർആൻ വായിക്കാനും അതുപോലെ തന്നെ ഖുർആനിൻ്റെ ആയത്തുകളുടെ അർത്ഥതലങ്ങളെ അന്വേഷിച്ച് ഒരു പഠനം നടത്തുവാനും ശ്രമിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വായിക്കാൻ സമയം കണ്ടെത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ സൗന്ദര്യം തിരിച്ചറിയാൻ, ഭാഷാപരമായ സൗന്ദര്യം, സാഹിത്യപരമായ സൗന്ദര്യം, ആശയപരമായ അതിൻ്റെ സൗന്ദര്യം, മാത്രമല്ല ആശയപരമായ അതിൻ്റെ വിശാലത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ സൗന്ദര്യം അറിയണമെങ്കിൽ ആ കിണറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സമുദ്രത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഇറങ്ങണം. അതിറങ്ങാനുള്ള അവസരങ്ങൾ നമ്മുടെ ചുറ്റുപാട് ഒരുപാടുണ്ട്. നമ്മൾ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണുകളിലുമൊക്കെ ഇന്ന് ഹദീസുകൾ പഠിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. അതിന് ഉപയോഗപ്പെടുത്തണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഹദീസുകൾക്ക് വേണ്ടി ആയുസ് ചെലവഴിച്ചവർ, അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ആയുസ് ചെലവഴിക്കുക മാത്രമല്ല, അവരൊരു ഹദീസ് കേൾക്കുമ്പോണ്ടായിരുന്ന അവരുടെ മാനസികാവസ്ഥ, അതൊരു വല്ലാത്ത മാനസികാവസ്ഥ തന്നെയാണ്. നമ്മളൊക്കെ ഒരു ഹദീസ് കേൾക്കുക അത്ര കൂളായിട്ട് അറിയാം. നമ്മൾ ഹദീസ് കേട്ടുപോണത്, ഹദീസ് സ്റ്റാറ്റസ് ഇങ്ങനെ വയ്ക്കും, ഹദീസ് ഇങ്ങനെ ഷെയർ ചെയ്യും, അല്ലേ? പക്ഷേ ഹദീസുകളോടുള്ളൊരു സമീപനമുണ്ട്. അതൊരു പരിഭാവനമായ, അതൊരു പരിശുദ്ധമായ, ഹർഫുകൾ മുഴുവൻ കോർത്തിണക്കപ്പെട്ട അള്ളാഹുവിൻ്റെ വഹിയാകുന്ന വരികളാണ് എന്ന ഒരു തിരിച്ചറിവ് വിശ്വാസി ലോകം ഉൾക്കൊള്ളണം. മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉണ്ടാവണം, ഒരു വൈകാരികത ഉണ്ടാവണം നബി വർത്തമാനങ്ങളോട്. ഇന്ന് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ കിട്ടിയപ്പോൾ പലപ്പോഴും അതിൻ്റെ ഗൗരവം നമ്മൾ അറിയുന്നില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അറിയാലോ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശുദ്ധ ഖുർആനിനെ വിശദീകരിക്കുന്ന മുഫസ്സിറുകളിൽ ഏറെ ശ്രേഷ്ഠനാണ്. ഖുർആൻ നന്നായി വിശദീകരിക്കുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. പലപ്പോഴും പല നാടുകളിലേക്കും അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെയായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന് ഖുർആനിൽ മാത്രമായിരുന്നില്ല, ഹദീസുകളിലും നല്ല വിവരമുണ്ടായിരുന്നു. ഇനി ഹദീസുകൾ ഇങ്ങനെ കുറേ പറയൂല്ല, കുറേ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇങ്ങനെ എന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആളുമല്ല അദ്ദേഹം. ഹദീസുകളെ വളരെ ബഹുമാനത്തിൽ, വളരെ ആദരവോടെ ഹദീസുകളെ നോക്കിക്കണ്ടിരുന്ന പൂർവ്വസൂരികൾ, സഹാബത്ത്, താബിഈകൾ. അതിൽ ഒരാളാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അംർ ഇബ്നു മൈമൂൻ എന്ന് പറയുന്നൊരു താബിഈ. അദ്ദേഹം വിശദീകരിക്കുന്നു, മാ അഖ്തഅനി ഇബ്നു മസ്ഊദിൻ അശിയ്യത ഖമീസിൻ ഇല്ലാ അതൈതുഹു ഫീ. ഞാൻ ഒരു വ്യാഴാഴ്ച ദിവസം പോലും ഇബ്നു മസ്ഊദിനെ കാണാതിരുന്നിട്ടില്ല. അഥവാ എൻ്റെ ജീവിതത്തിലെ പല വ്യാഴാഴ്ചകളിലും ഞാൻ ഇബ്നു മസ്ഊദിനെ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്, കാണാറുണ്ട് ഞാൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫമാ സമിഅതുഹു യഖൂലു ബിശൈഇൻ ഖത്തു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ വ്യാഴാഴ്ചകളിലൊന്നും ഇന്നേ വരെ ഞാൻ അദ്ദേഹം ഖാല റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞൊരു വർത്തമാനം ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. എന്നൊരു ഹദീസ് ഉദ്ധരിക്കണേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പോരായ്മ പറയല്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞു പോണ വരിയാണ് ഭയങ്കര നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എത്രമാത്രം ഒരു ഹദീസിനെ ലാഘവത്തോടു കൂടി, ഞാനടക്കം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര ലാഘവത്തോടെയാണ് ഒരു ചെറിയ ഹദീസിനെ നമ്മൾ സമീപിക്കുന്നതെന്നറിയോ? ഇവർക്കൊരു ലാഘവല്ല. ഇവർ നോക്കണം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി അദ്ദേഹം പറയാണ്, എല്ലാ വ്യാഴാഴ്ചയും ഞാൻ കാണും, പക്ഷെ ഇതുവരെ ഒരു വ്യാഴാഴ്ച പോലും അദ്ദേഹം ചെയ്തിട്ടില്ല ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ ആ നാവും തുമ്പുന്ന് വീണത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫലമ്മാ കാന ദാതു അശിയ്യത്തിൻ, അങ്ങനെ ഒരു രാത്രിയിൽ, ഒരു വൈകുന്നേരം ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിലിരിക്കുന്ന സമയത്ത് ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് കേൾപ്പിക്കുകയാണ് ആ പള്ളിയിലുള്ള ജനങ്ങളെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു നാവുന്ന് കേട്ടപ്പോഴോ ഖാല, എന്നിട്ട് അംർ ഇബ്നു മൈമൂൻ എന്ന് പറയുന്ന താബിഈ അദ്ദേഹം പറയാൻ, ഫനക്കസ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തല താഴ്ത്തി എന്ന് മാത്രമല്ല, ഇദ്ദേഹം പറയുന്നു, ഫനളർതു ഇലൈഹി, ഞാൻ അയാളിങ്ങനെ ഇബ്നു മസ്ഊദിലേക്ക് ഇങ്ങനെ ഞാൻ നോക്കി, കുറച്ചു നേരം ഇങ്ങനെ മൂപ്പരെ നോക്കി നിന്നു. ഫഹുവ ഖായിമുൻ മുഹല്ലലതുൻ അസ്റാറ ഖമീസിഹി, വിറച്ചിട്ട്, നബി പറഞ്ഞു എന്ന വാക്ക് പറഞ്ഞപ്പോഴേക്കും വിറച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ ബട്ടൺ, നമ്മളറിയില്ലേ അസ്റാർ എന്ന ശരിക്കും ബട്ടൺസിന് അവരന്ന് ഉപയോഗിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അത്ര കട്ടിയുള്ളതൊന്നും ആവില്ല. വിറ കാരണം അത് അഴിഞ്ഞു പോകുന്നത് എനിക്ക് കാണാൻ പറ്റി. അദ്ദേഹം കടന്ന് നിന്നിങ്ങനെ
വിറക്കുന്നത് പോലെ എനിക്ക് തോന്നി. നമ്മൾ ഒരാളെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഉള്ള വിറല്ല അല്ലെ, ഒരു സഭാകമ്പം കൊണ്ടുണ്ടാണ് ഒരു വിറ ഉണ്ടാവും. പക്ഷെ ഇത് ഇബ്നു മസ്ഊദിന്റെ ആ വിറക്കലല്ല പറയുന്നത്. നബി പറഞ്ഞു എന്ന് പറഞ്ഞ നബിന്റെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് ഒരു ഹദീസ് പറയുമ്പോൾ അവർക്കുള്ളിലുള്ള വികാരം ഇത് നബിന്റെ വർത്താനാണ്, ഇത് അള്ളാഹുവിന്റെ വഹിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഏറ്റവും പരിശുദ്ധമായൊരു വിശ്വാസി വിശുദ്ധമായി സ്വീകരിക്കേണ്ട പറയേണ്ട മൊഴികളാണ് തിരുമൊഴികൾ എന്ന് നമ്മൾ പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നബിയുടെ തിരുമൊഴിയാണ്, വേറെ ആരും വർത്താനല്ല. വേറെ ആരും വർത്താൻ നമ്മൾ പല രൂപത്തിൽ എന്ത് ചെയ്യും, നമുക്ക് പറയാം, അതിനെ ഷെയർ ചെയ്യാം, അതിനെ പല രൂപത്തിൽ പറഞ്ഞ് അവതരിപ്പിക്കാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനം പറഞ്ഞപ്പോൾ നിന്നു വിറക്കുന്ന ഇബ്നു മസ്ഊദിനെ ഞാൻ കണ്ടുവെന്നാണ്. നിന്ന് വിറക്ക് മാത്രല്ല, വിറ കാരണം ഓരോരോ കുപ്പായത്തിന്റെ കുടുക്കുകൾ അങ്ങ് ഇളകിമറിയുന്നതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നതും ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് കേട്ടപ്പോൾ നബി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു മാത്രല്ല അദ്ദേഹത്തിന്റെ ഞരമ്പുകൾ ഇങ്ങനെ ഇത് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ റിവായത്ത് ചെയ്യുന്ന ഹദീസാൻ. ഞരമ്പുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്, ഔ കല്ല വേറെ റിവായത്ത് കാണാം, ഒന്നെങ്കിൽ അത്ര പൊങ്ങിയിട്ടില്ല, കുറച്ചൊന്ന് താന്ന്, അല്ലെങ്കിൽ ഔ ശബീഹൻ ലഹു, അല്ലെങ്കിൽ ഞരമ്പ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ മുഖം വിവർണമായതും ശരീരത്തിലെ കൈകൾ വിറക്കുന്നതും അദ്ദേഹം നിന്ന് കരയുന്നതും ഞാൻ കണ്ടുവന്നാൻ. റവാഹു ഇബ്നു മാജ. ഈ ഹദീസ് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ കൊണ്ടുവന്നു. ഇതേ ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇമാം തുർമുദിയും അദ്ദേഹത്തിന്റെ സുനനിൽ റിവായത്ത് ചെയ്തതാണ്. ഇത് ഇവരുടെ ഒരു മെന്റാലിറ്റിയാണ് സ്വഹാബത്തിന്. നമ്മളൊന്നും അവിടേക്ക് എത്തിയിട്ടില്ല. നമ്മളിങ്ങനെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിന്റെ ഹദീസുകൾ എന്ന് പറയുന്നത് തന്നെ വളരെ ലാഘവത്തെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയല്ല, സമീപനങ്ങളാണ്. അതിനോടുണ്ടായിരുന്ന നമ്മുടെ സമീപനങ്ങൾ, ഒരു നബിയുടെ ഹദീസുകൾ കേൾക്കാനുള്ള കൊതി, അതിനോടുണ്ടാവേണ്ട ഒരു പൂതി, അത് കേൾക്കുമ്പോൾ അതിനോടുണ്ടാവേണ്ട ഒരു ബഹുമാനം, ഒരു ആദരവ് ഇന്ന് മുസ്ലിം ഉമ്മത്തിനായില്ല. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ പറഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിൽ നബിയെ നമ്മൾ എത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ മതി. നമുക്ക് പലതും നമുക്ക് റോൾ മോഡലാണ്. പലതിനെയും ദുനിയാവിൻ്റെ പിന്നിൽ നമ്മളിങ്ങനെ പോയി നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങൾ നമ്മളെ സ്വാധീനിക്കണം. അത് സ്വാധീനിക്കണമെങ്കിൽ അതിനോട് നമുക്ക് ഉണ്ടാവേണ്ട സമീപനങ്ങളിൽ നമുക്ക് ഇഖ്ലാസ് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ദീന അൻ-നസീഹ. വേറെ റിവായത്തിൽ കാണാം ദീനു നസീഹത്തുൻ. ദീന് എന്ന് പറയുന്നത് അത് നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ഇഖ്ലാസാൻ ഇല്ലേ? മതത്തിനോടൊരു ആത്മാർത്ഥത വേണം. കിട്ടിയ ദീന് അത് വാപ്പ മുസ്ലിമായി, വാപ്പ മുജാഹിദായി, ഞാനും മുജാഹിദാൻ, വാപ്പ മുസ്ലിമാണ്, ഞാനും മുസ്ലിമാണ്, എനിക്ക് അബ്ദുള്ള എന്നും മുഹമ്മദ് എന്നും മൻസൂർ എന്നും മുഹമ്മദ് എന്നും ഒക്കെ പേരിട്ടു, അപ്പൊ ഞാൻ ആ പാതയിലാണ്. പക്ഷേ അല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു പളുങ്കാൻ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പവിത്രമാണ്. ആ ഇസ്ലാം വേറെ ആർക്കും അല്ല കൊടുത്തിട്ടില്ല, ചില ആൾക്കാർക്ക് അല്ല കൊടുത്തതാണ് അല്ലെ. ഉദ്ദേശിക്കുന്നവർക്ക് അല്ല കൊടുത്തതാ ഹിദായത്ത്. പക്ഷെ ആ കിട്ടിയ ഹിദായത്തിൽ ആത്മാർത്ഥത വേണം. റസൂൽ പഠിപ്പിച്ചു കൊടുക്കാൻ അദ്ദീനു അൻ-നസീഹ. ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥം, ഇഖ്ലാസോട് കൂടി ചെയ്യാനുള്ളതാ. അതിനൊരു ആത്മാർത്ഥത വേണം, സത്യസന്ധത വേണം അല്ലെ. അതിൽ മറ്റ് ഭൗതികമായ ഉദ്ദേശങ്ങൾ വേണ്ട, മറ്റ് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ വേണ്ട. ആത്മാർത്ഥമായി ഞാനൊരു ദീനുള്ളവനാണ് എന്ന് പറയാൻ ഇന്ന് നമ്മളെ കുടുംബത്തിലെ ആൾക്കാർ കുറവാ. ആത്മാർത്ഥമായി ഞാൻ ദീനിനെ പുൽകുന്നവനാന്ന് പറയാൻ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ആൾക്കാരില്ല. എങ്ങനെങ്കിലും ഇതിനെ കെട്ടിച്ച് ഒഴിവാക്കണം എന്നുള്ള നിലക്ക് ചാടാൻ നിൽക്കുന്നവരെ കാണാം. കഴിഞ്ഞ ഒരു ദിവസം ഒരു യുക്തിവാദി യൂട്യൂബിൽ നിന്ന് പ്രസംഗിക്കാൻ എത്ര ചെറുപ്പക്കാരാണെന്നറിയോ, എത്ര ചെറുപ്പക്കാരികളാണെന്നറിയോ ഈ ഇസ്ലാമിനെ വിട്ട് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നത് ഗർവ് പറയുന്ന, അഭിമാനം പരത്തുന്ന ആളുകളെ കാണാം. കാരണം എന്താ അറിയോ, ദീനിന്റെ ഫളില് അവരറിഞ്ഞിട്ടില്ല. കിട്ടിയ ഈ ദീനിന്റെ മഹത്വം അവർ തിരിച്ചറിയുന്നില്ല. ദീനിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ സ്വഹാബത്ത് ഒരു ഹദീസ് പറയാൻ വിറക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വർത്തമാനത്തെ വിശദീകരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഭയവും ആശങ്കയുമാണ്. ഇതെങ്ങനെ തെറ്റിപ്പോയാലോ, അല്ലെ ഈ പറഞ്ഞ വർത്തമാനം എങ്ങനെ ശരിയായില്ലെങ്കിലോ. ഇന്നോ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് അനാചാരങ്ങൾ, ഒരുപാട് വിദ്യാർത്ഥി, ഈ റജബ് പോലും ഒരുപാട് ദുഷിച്ച ഇസ്ലാമിലില്ലാത്ത കർമ്മങ്ങൾക്ക് സാക്ഷിയാകുന്ന ഒരു മാസം. പറഞ്ഞു കൊടുത്താൽ പറയും ഞങ്ങളെ വാപ്പന്മാരും കാക്കക്കാരന്മാരും ചെയ്തു പോന്നതാ, ഉപേക്ഷിക്കാൻ ഞങ്ങൾക്കാകൂല. റജബ് പുലർന്നപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ആദ്യത്തെ വെള്ളിയാഴ്ച രാവിനെയാണ്. ആദ്യത്തെ വെള്ളിയാഴ്ച രാവുണ്ടായി കഴിഞ്ഞാൽ സ്വലാത്തുർ റഗായിബ് നിസ്കരിച്ചു കുറേ സാധുക്കളെ കാണാം.
നിസ്കരിച്ച കുറേ സാധുക്കളെ കാണാം. അല്ലാണ്ട് റസൂൽ പറഞ്ഞു ഇല്ല, ഒരു ഹദീസിൽ ഒരു വരി പോലും നമുക്ക് കാണാനാകൂല. 12 റക്അത്ത് അവർ നിസ്കരിക്കും. എന്താണ് ഈ മഗ്രിബിൻ്റെ ഇശാൻ്റെ ഇടയിൽ നിസ്കരിച്ച കുറേ ആൾക്കാരുണ്ട്. നമ്മളവിടെ ക്ലാസ്സിൽ വന്നിരുന്നൊരു സ്ത്രീ അന്നൊരിക്കൽ ക്ലാസ്സിൽ വെച്ച് സംശയം ചോദിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലേ, ഇത്രയും കാലം ചെയ്തു വന്നാൽ അതൊന്നും ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നബി പഠിപ്പിക്കാത്ത ഹദീസുകൾ പലതും നബിയുടെ പേരിൽ പറയുന്നോണ പറയൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു ഹദീസ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അല്ലെ കള്ളമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, വഹുവ അഹദുൽ കാദിബീൻ, പെരും കള്ളന്മാരിൽ ഒരു കള്ളനാണ് അയാളുമെന്ന് നിങ്ങൾ കണക്കാക്കണമെന്നാൻ. ഇനി കള്ളമാണ് എന്ന് തോന്നിയാൽ തന്നെ യുറ അന്നഹു കദിബുന്നൻ, കള്ളമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവനാരാൻ? കള്ളനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ നബി വർത്തമാനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ആദരവ്, റസൂക്ഷ്മതാബോധം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാമിൽ നമുക്ക് ഉണ്ടാവേണ്ടത് ഒരു നസീഹത്ത് എന്ന് പറഞ്ഞു. ആ നസീഹത്ത് ആരോടാണ് എന്ന് റസൂലുള്ളാഹിനോട് സ്വഹാബികൾ ചോദിച്ചത്. റസൂൽ ദീനിലെ നസീഹത്ത് എങ്ങനെ, അത് ആരോടാ ഞാൻ പുലർത്തേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാൻ ലില്ലാ വലി റസൂലിഹി. കണ്ട, ലില്ല അള്ളാഹിനോട് നസീഹത്ത്. അള്ളാഹിനോടുള്ള നസീഹത്ത് എന്താ? അള്ളാഹിനോട് ഗുണകാംക്ഷ. അള്ളാഹിനോടുള്ള ഗുണകാംക്ഷ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞോടുത്ത് നിൽക്കുക, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? പുലർത്തിപ്പോരുക, അനുസരിക്കുക. അള്ളാഹ് ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുക. അതാണ് അള്ളാഹ്ക്കുള്ള നസീഹത്ത്. രണ്ടാമത്തെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? വലി റസൂലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു നസീഹത്ത് ഉണ്ട്, ഒരു ഗുണകാംക്ഷ. നബിയോടുള്ള ഗുണകാംക്ഷ എന്താ? നബി കൊണ്ടുവന്നതിനെ സ്വീകരിക്കുക, നബി വിരോധിച്ച കാര്യത്തെ ജീവിതത്തിൽ നിന്ന് അകറ്റുക, നബിയുടെ വർത്തമാനങ്ങളെ പഠിക്കുക. അത് അല്ലേ ഹദീസുകൾ പഠിക്കുക എന്നുള്ളത് നസീഹത്തു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഗുണകാംക്ഷയാണ് നബി പഠിപ്പിക്കുന്നത്. ഹദീസുകൾ വായിക്കണം. കുറേ നമ്മൾ ഏകദേശം ഇപ്പോൾ 2026 വന്നു, എല്ലാവരും പലതും ആഘോഷിക്കുന്നതല്ലേ. ഒരു പുതുവർഷത്തിൻ്റെ ഇനി അടുത്തൊരു വർഷത്തേക്കുള്ള പല പ്ലാനുകളും കാണാം, പലർക്കും പല പ്രൊജക്റ്റുകളും കാണാം. ഒരു ഹദീസ് പഠനത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രൊജക്റ്റ് റെഡിയാക്കാൻ മുസ്ലിം സമൂഹത്തിൽ എത്ര ആൾക്കാരുണ്ടാവും? ഞാനടക്കമുണ്ടാവില്ല, ഞാനടക്കമില്ല. എത്ര വർഷങ്ങൾ പോയി ഒരു ഹദീസ് പഠനത്തിന് വേണ്ടി? എൻ്റെ ആയുസ്സിൽ എത്ര മണിക്കൂറുകൾ ഞാൻ ഈ ഒരു കൊല്ലം ഞാൻ ഹദീസുകൾ, കാരണം അതൊരു നസീഹത്താണ്. ആരോടുള്ള നസീഹത്ത്? ലി റസൂലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നസീഹത്താ. നബി മരിച്ചു വിചാരിച്ചാൽ നസീഹത്ത് തീരോ? ഇല്ല. കാരണം മുഅ്മിനീങ്ങൾ മുഴുവൻ ഖിയാമത്ത് നാൾ വരണ്ടെങ്കിൽ പിന്തുടരേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അത് ഈ സ്വഹാബത്തിന് മാത്രമാണോ നസീഹത്ത് ഉണ്ടാകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനപ്പാടാക്കി അത് സമൂഹത്തിൽ എത്തിച്ചു കഴിഞ്ഞു, നസീഹത്ത് തീർന്നില്ല. അത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നസീഹത്ത് എന്ന നബിയെ സുന്നത്ത് സ്കരിക്കുക, സുന്നത്ത് നോമ്പൊൽക്കുക മാത്രമല്ല നബിക്കുള്ള നസീഹത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കൽ നബിക്കുള്ള നസീഹത്താണ് എന്ന് ഈ മുസ്ലിം സമൂഹം തിരിച്ചറിയണം. മുസ്ലിം സമൂഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? ബോധ്യപ്പെടാം. അതിലേറെ നമുക്കൊരാവേശവും നമുക്കൊരു ഊർജ്ജവുമാവട്ടെ എന്നുള്ള നിലക്കാണ് ഈ വർത്തമാനം പറഞ്ഞ അള്ളാഹു നബിയെ കറകളഞ്ഞ് സ്നേഹിക്കുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇങ്ങനെ പിന്നെ വലി കിതാബിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീന വ അമ്മത്തിഹിം എന്ന് പറഞ്ഞിട്ട് നസീഹത്തിന് ഇങ്ങനെ പറഞ്ഞു പോകണ്ട. പക്ഷെ അവിടെ ഒരു ഒറ്റ ഭാഗത്തെയാണ് ഞാൻ ഇന്നത്തെ വിഷയ സൂചികം എന്നുള്ള നിലക്ക് പറഞ്ഞത്. വലി റസൂലിഹി, നബിയോടൊരു നസീഹത്തുണ്ട്. അത് നബിയുടെ ഹദീസുകൾ കേൾക്കാൻ നമ്മൾ സമയം കൊടുക്കുന്നതിനാണ്, നബിയുടെ ഹദീസുകൾ വായിക്കാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതിനെയാണ്, നബിയുടെ ഹദീസുകൾ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ പരിശ്രമിക്കുന്നതിനെയാണ്, നബിയുടെ ഹദീസുകൾ മറ്റുള്ള ഒരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ കാണിക്കുന്ന നമ്മുടെ ഇഖ്ലാസിനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത് എന്നാണ്. ഇനി ഖുർആൻ തന്നെ എത്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ ഖുർആൻ്റെ ഒരു ആയത്ത് തന്നെ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നബിയുടെ ഹദീസിനോടുള്ള അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നസീഹത്താണ്. ഖുർആൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ, ഇപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രവർത്തനങ്ങൾക്കും ഒരുപാട് പൈസ കൊടുക്കുന്ന ആളുകളെ കാണാം. തഹ്ഫീദുൽ ഖുർആനാണോ ഞാൻ തരാമെന്ന് അറിയും അല്ലേ? നേരെ മറിച്ച് ഹദീസ് സ്ഥാപനമാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഹദീസ് എല്ലാം കട്ട് ചില ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി കാണാം പലപ്പോഴും ഹദീസുകളുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഹദീസും ഖുർആനും നമ്മൾ പറഞ്ഞു അത് വഹിയാണ്, അതൊരു വഹിയാണ്. കാരണം രണ്ടിനെയും വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. ഹദീസ് പഠനത്തിന് വേണ്ടി ഖുർആൻ ഓതാൻ കുറേ സമയം ചെലവഴിക്കും. അതേപോലെ തന്നെ ഹദീസുകൾ വായിക്കാനും പഠിക്കാനും എന്ത് ചെയ്യണം? സമയം ചെലവഴിക്കണം എന്നാണ് മുസ്ലിം സമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. നബിയുടെ ഹദീസുകൾ മനഃപ്പാഠമാക്കുന്ന ഒരുപാട് സ്വഹാബികളെ കാണാം.
അല്ലേ? എത്ര സഹാബികൾ? അൽ മുഖ്സിരീൻ എന്നറിയപ്പെടുന്ന ഏകദേശം ഒരു 8-10ഓളം സഹാബികൾ, 1000-ലേറെ ഹദീസുകൾ റിവായത്ത് ചെയ്യുന്നവരെയാണ് അൽ മുഖ്സിരീൻ എന്നുള്ള നിലക്ക്, അഥവാ വർദ്ധിച്ചവർ എന്നുള്ള നിലക്ക് പണ്ഡിത ലോകം പരിചയപ്പെടുത്തി. അതിൽ ഒന്നാമനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 5238 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് മനപ്പാഠമാക്കി ലോകത്തെ കേൾപ്പിച്ചുവെന്ന് നമ്മൾ ചരിത്രം പഠിച്ചവരാണ്. പെൺപടകളിൽ അതിൽ മുന്നേ നിന്നത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. 2000 ചില്ലാനം വരുന്ന ഹദീസുകൾ ആയിഷ ബീവി എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ജാബിർ ഇബ്നു അബ്ദുല്ലയെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ പോലെ ഒരുപാട് എണ്ണമറ്റ ഹദീസുകൾ വഹിച്ച മഹാനുഭാവന്മാർ ലോകത്ത് കഴിഞ്ഞു പോയത് അവരുടെ മാത്രം ബാധ്യതകളല്ല, അതൊരു വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ. കാരണം അന്ന് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അട്ടിക്കിട്ടിരുന്ന് ഇങ്ങനെ കാണാൻ പഠിക്കലല്ലോ. നിങ്ങളാലോചിച്ച് ഇന്നിപ്പോൾ ഖുർആൻ കാണാൻ പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് മുസാഫിർന്ന് ഇങ്ങനെ കാണാൻ പഠിച്ചാൽ മതി. അന്നെങ്ങനെയാണ് പറയും മനപ്പാടാക്കൽ? നബി ഓതി കൊടുക്കും, അത് കേൾക്കും. വേറെ സഹാബികൾ ഓതി കൊടുക്കും, കേട്ട് പഠിച്ചില്ല. അത് അന്നത്തെ ബുദ്ധിശക്തിയൊക്കെ വേറെ, അന്നത്തെ അവരുടെ പ്രകൃതിയും അവരുടെ ആ ഒരു നൈസർഗികതയും ഒക്കെ വേറെ കാര്യങ്ങളാണ്, അതിൻ്റെ ഘടകങ്ങളാണ്. പക്ഷെ ഇന്ന് ഹദീസുകൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. തുറന്നു വെച്ച പുസ്തകങ്ങളുണ്ട്, അതിനെങ്ങനെ ഓർഡർ ആക്കിയിട്ട് പഠിച്ചു പോകാൻ എളുപ്പമാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇന്നും നമുക്ക് കാണാം. ചില ആഫ്രിക്കയിലൊക്കെ ചില സ്ഥാപനങ്ങൾ ഇന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും ഒക്കെ ഉള്ള ഹദീസുകൾ മുഴുവൻ മനഃപ്പാഠമാക്കുന്ന മതപഠന വിദ്യാർത്ഥികൾ ഇന്ന് ആ രാജ്യങ്ങളിലുണ്ട്. പക്ഷേ നമ്മുടെ നാടുകളിൽ അത് കുറഞ്ഞു വരുന്നു. നമ്മുടെ നാടുകളിൽ അത് വല്ലാതെ കുറഞ്ഞു വരുന്നു. നമ്മളെ മക്കളെപ്പോലും ഒരു പക്ഷേ നമ്മൾ അത്തരം ഒരു സാഹചര്യങ്ങളിലേക്കോ സന്ദർഭങ്ങളിലേക്കോ പറഞ്ഞയക്കാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്നും കാണാം, ഒരു സൗകര്യമില്ലാത്ത ഇടിഞ്ഞു പൊളിഞ്ഞ തകരപ്പെട്ടിക്കുള്ളിൽ ക്ലാസ് റൂമായിട്ട് അവിടെ ആണി വെച്ചിട്ട് അതിൽ ബ്ലാഗ് തൂക്കിയിട്ട് ഹോസ്റ്റലായി കണക്കാക്കിയിട്ട് അവിടെ ഇരുന്ന് ഹദീസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, അവരുടെ ചിത്രങ്ങളെ ഇന്ന് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാം. പക്ഷേ നമ്മളെ രാജ്യത്തല്ല, അത് ഈ പട്ടിണിയും പരിവട്ടുള്ള ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അപ്പോഴുള്ളത്. എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും ഒക്കെ മനഃപ്പാഠമാക്കി വെച്ച ഒരുപാട് വിദ്യാർത്ഥികൾ. അത്ഭുതം തോന്നാറുണ്ട്. കാരണം അവർക്ക് അതിനോടുണ്ടായിരുന്ന അവരുടെ ഉസ്താദുമാർ അതിനെ പഠിപ്പിച്ചു കൊടുത്തിരുന്ന അതിനോടുണ്ടായിരുന്ന സമീപനങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് വിറക്കെന്ന് പറഞ്ഞപ്പോൾ അത് ഇബ്നു മസ്ഊദിന്റെ മാത്രം പ്രത്യേകത അല്ല. വേറൊരാൾ ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ തന്നെ ഒരിക്കൽ കുറ്റം പറയാണ്. ഞാൻ അദ്ദേഹത്തോടെ മക്കയിൽ നിന്ന് മദീന വരെ യാത്ര ചെയ്തിട്ട് ഒരു ഹദീസ് പോലും അദ്ദേഹം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞപ്പോൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം ഒരു ഹദീസ് പോലും പറഞ്ഞു തരാതിരുന്നത് വേറൊന്നുകൊണ്ടല്ല, ഭയമാണ്. ഒരു ഹദീസ് പറഞ്ഞാൽ അത് നബി പറഞ്ഞതല്ലേ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ വെറുതെ എല്ലായിടത്തും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പറഞ്ഞ് അതിൻ്റെ വില കുറക്കാൻ ആരും ശ്രമിച്ചിരുന്നില്ല. നമ്മൾ ഹദീസ് റിവായത്ത് ചെയ്യണ്ടെന്നോ ഹദീസുകൾ പഠിപ്പിക്കണ്ടെന്നോ അല്ല ഈ പറയുന്നത്. നേരെ മറിച്ച് എന്താ, അതിനോടുണ്ടാകുന്ന സമീപനത്തെ നന്നാക്കാൻ ഒരു സംഭവം ഉദ്ധരിച്ചു എന്ന് മാത്രം. ഇബ്നു സീരീൻ അറിയില്ലേ? ഇബ്നു സീരീൻ ചരിത്രത്തിൽ അറിയപ്പെട്ട മുഹദ്ദിസാണ്. ഇബ്നു സീരീനാണ് ശരിക്കും പറഞ്ഞത് ഹദീസുകളുടെ ഈ പരമ്പരാ പഠനം അല്ല. ഒരു ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സനദും ഉണ്ടാവും, ഒരു മത്തിനും ഉണ്ടാവും. കുറേ റാവിമാരെ പേരാണ്. നമ്മൾ അതൊന്നും വായിക്കൂല, നമ്മൾ നേരെ പോലെ മത്തിനാണ്. പക്ഷെ അതൊരു വലിയ ഗവേഷണത്തിൻ്റെ മേഖലയാണ്. സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിൻ്റെ മത്തിന് നോക്കിയാൽ മതി, അതിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കിയാൽ മതി. ആ കോണ്ടെക്സ്റ്റിന് മുന്നുണ്ടാവുന്ന പരമ്പരകൾ, ആ പരമ്പര തന്നെ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്, ഒരു കാര്യമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചത് ഇബ്നു സീരീനാണ്. ഇസ്നാദെങ്ങാനില്ലായിരുന്നെങ്കിൽ തോന്നിയത് പറയുമായിരുന്നു. നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പലർക്കും പലതും പറയാമായിരുന്നു. പക്ഷേ ഇബ്നു സീരീൻ പറഞ്ഞു അൽ ഇസ്നാദു മിനദ്ദീൻ, ദീനിൽപ്പെട്ടതാണ് ഈ പരമ്പര എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഇദാ ദുകിറ ഇൻദഹു ഹദീസു റസൂലില്ലാ, ഒരുപാട് ഹദീസ് റിവായത്ത് ചെയ്ത് ലോകത്തെ പഠിപ്പിച്ച ഇബ്നു സീരീനെ പറ്റി പറയാണ്. ഒരു ഹദീസ് അദ്ദേഹത്തിൻ്റെ അരികിൽ പറയപ്പെട്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അദ്ദേഹത്തിൻ്റെ അരികിൽ വായിക്കപ്പെട്ടാൽ, വഹുവ യൽഹഖു, അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു ഹദീസ് കേൾക്കുന്നതെങ്കിൽ, ഖശഅ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഖുശൂ നിറയും. ആ ചിരി അവിടെ നിൽക്കും. ആ ചിരി, കാരണം നബി പറഞ്ഞു എന്ന് ഒരു വാക്കണ്ട് കേട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ വന്നിരുന്നത് ഭയഭക്തിയായിരുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ എന്ന് കേൾക്കുമ്പോൾ അവർക്കുണ്ടായ അതുവരെ എന്തോ ചിരിയിലും കളിയിലും നിന്നതിനെ പെട്ടെന്ന് അവരെന്ത് ചെയ്യുന്നു, മാറുന്നു. മാനസികമായി അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങളോടുണ്ടായിരുന്ന സമീപനം. ഇമാം മാലിക്കിനെ അറിയില്ലേ?
ഇമാം മാലിക് മദീനയിലെ ഇമാമു ദാറുൽ ഹിജ്റ, നമ്മുടെ ഇസ്ലാമിക ലോകത്ത് ആദ്യത്തെ ഒരു ഹദീസ് ഗ്രന്ഥം രചിച്ച ആള് ഇമാം മാലിക്കിനെ കൊടുക്കുക. ഹദീസിനെ ഗ്രന്ഥാക്കിയത് ഇമാം മാലിക്കിന്റെ മുവത്ത അല്ലേ. പക്ഷേ ഇബ്നു ശിഹാബ് സുഹരിയൊക്കെ അതിന് മുന്നേയും ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നു. പക്ഷെ അതൊരു കെട്ടിലും മട്ടിലും ഒരു ഗ്രന്ഥമായി അന്നത്തെ അല്ലേ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കൽപ്പന പ്രകാരം ഒരു ഹദീസിന്റെ ശേഖരം ആദ്യമായി ഇസ്ലാമിക ലോകത്ത് ഉണ്ടാക്കിയത് ഇമാം മാലിക്കാണ്. ഇമാം മാലിക്കിന്റെ മുവത്തയാണ്, സ്വഹീഹ് ബുഖാരി ഒന്നുമല്ല. പിൽക്കാലത്ത് ഒരാൾ ചോദിച്ചു, സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിം ഒക്കെ വന്നപ്പോൾ ഇനി എന്താണ് ഇമാം മാലിക്കിന്റെ മുവത്തക്ക് ഇനിയിപ്പോൾ എന്താ പ്രത്യേകത? അതിൻ്റെ അല്ലെ നമ്മൾ അപ്ഡേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പലതും എടുത്തു പോകില്ലേ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ഇമാം മാലിക്കിന്റെ മുവത്തക്ക് ഇനി എന്താ പ്രത്യേകത? പക്ഷേ ഇമാം മാലിക് അവിടെ രേഖപ്പെടുത്തി വെച്ചൊരു കാര്യം, മാ കാന ലില്ലാഹി യബ്ഖാ, അള്ളാഹിന്റെ വജൂഹ് ഉദ്ദേശിച്ച് ചെയ്തതൊക്കെ എന്ന് നിലനിൽക്കും. ഇന്ന് നിലനിൽക്കുന്ന ഞാൻ നീയത്ത് പോകില്ലല്ലോ. അള്ളാഹിന്റെ വജൂഹ് ഉദ്ദേശിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇനി അതിന് അപ്ഡേഷൻ ഇല്ലെങ്കിൽ ഇന്നും ഇമാം മാലിക്കിന്റെ മുവത്തയുടെ പഠനം നോക്കണം. എത്ര ഗവേഷണങ്ങളാണെന്നറിയോ? ഇമാം മാലിക്കിന്റെ മുവത്തയിലെ റാവിമാരെ പറ്റിയുള്ള ഗവേഷണങ്ങളെ കാണാം, ഇമാം മാലിക്കിന്റെ മുവത്തയുടെ വിശദീകരണങ്ങൾ കാണാം, ഇമാം മാലിക്കിന്റെ മുവത്തകൾക്ക് തഅലീഖുകൾ കാണാം, ഇമാം മാലിക്കിന്റെ മുവത്തയുടെ മുഖ്തസറുകൾ കാണാം, ഇമാം മാലിക്കിന്റെ മുവത്തകളിലെ ഹദീസുകളെ പലതും ഓരോരോ ഭാഗങ്ങളാക്കിയിട്ട് അതിനെ തർത്തീബ് ചെയ്തു പോയ പഠനങ്ങൾ കാണാം. അള്ളാഹിന്റെ വജൂഹ് ഉദ്ദേശിച്ച് ചെയ്ത കാര്യങ്ങൾ എന്നും നിലനിൽക്കുമെന്നാണ് എന്ത് ചെയ്തത് ഇമാം മാലിക് അവിടെ രേഖപ്പെടുത്തി. ഈ ഇമാം മാലിക് ഒരു ഹദീസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, മദീനത്തെ പള്ളിയിൽ വന്നിട്ട് ഒരു ഹദീസ് പറഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തിരുന്ന ചില കാര്യങ്ങളെ പണ്ഡിത ലോകം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തെ പറ്റി പറയുന്നു, കാന ഇദാ അറാദൽ ഹദീസ്, ഒരു ഹദീസ് പറയാൻ വേണ്ടി അദ്ദേഹം തുനിഞ്ഞാൽ, അദ്ദേഹം ഉദ്ദേശിച്ചാൽ, ഇഗ്തസല, മൂപ്പരെന്തെയും പോയി കുളിക്കും. പ്രത്യേകിച്ച് ഒരു ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ, ഹദീസൊക്കെ എടുത്ത് പോയി കൊടുക്കുകയാണെങ്കിൽ നേരെ കയറി പോവല്ല, ഒന്ന് പോയി കുളിക്കും, അല്ലെങ്കിൽ ഒതുണ്ടാക്കെങ്കിലും ചെയ്യുന്നാൻ. എന്നിട്ട് പറയുമ്പോൾ തയ്യബ്, സുഗന്ധം പൂശും, അത്തറ്. നമ്മളൊരു ഇബാദത്തിന് പോണ പോലെ തന്നെയാണ് ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കാൻ ഇമാം മാലിക് എന്ത് ചെയ്യുന്നത്? കുളിച്ചിറങ്ങുന്നത്. ഇമാം മാലിക് കുളിച്ചിറങ്ങുക മാത്രമല്ല, വലബിസ അഹ്സന തിയാബിഹി, നല്ലൊരു കുപ്പായിട്ടിട്ട് അപ്പോഴുള്ളതിൽ നല്ല ഒരു വസ്ത്രം ഇട്ടിട്ട് അദ്ദേഹം വരും. വജലസ അലാ മിനസ്സത്തിൻ ഖാശിഅ, ജനങ്ങൾക്ക് മുഴുവൻ കാണാൻ പറ്റുന്നൊരു സ്ഥലത്ത് ഭയഭക്തിയോടെ അദ്ദേഹം വന്നു നിൽക്കും. വലാ യസാലു യബ്ഖുറു ബിൽ ഊദ്, അയാൾ പുരട്ടിയ ഊതിൻ്റെ മണം അതെന്താവൂല, അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞ് തീരുന്നത് വരെ എന്ത് ചെയ്യൂല, അത് പോയിട്ടുണ്ടാവൂല. നബിയുടെ വർത്തമാനം പറയുമ്പോൾ നല്ല സുഗന്ധം പരക്കുന്നത് പോലെ അത് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, കാണുന്നത് വയക്കൂൽ. എന്നിട്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു അത്രേ, ഉഹിബ്ബു അൻ ഉഅല്ലിമ ഹദീസ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ആർക്കോ ഇല്ല, നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല, അത് എത്തിക്കട്ടെ കുറച്ചെങ്കിലും അല്ലേ, അതിനൊരു നസീഹത്ത് അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മുടെ ആയുസ്സിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഹദീസിന് വേണ്ടി. പക്ഷെ ഇദ്ദേഹം പറയാൻ ഉഅല്ലിമു ഹദീസ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹദീസുകളെ ഞാൻ മഹത്വമായി കാണുന്നു. ഒരു മഹാസംഭവമാണ്. പാത്രം എടുത്ത് വായിക്കണ പോലെയല്ല നബിയുടെ ഹദീസുകളെ അദ്ദേഹം ചെയ്ത് വിശദീകരിച്ചത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാരികശാലയിൽ ഇരുന്ന് ലാഘവത്തോടെ പറയുന്നത് പോലെയല്ല നബിയുടെ വർത്തമാനങ്ങൾ അദ്ദേഹം ചെയ്തത് കേൾപ്പിച്ചിരുന്നത്. അദ്ദേഹം പറയുന്നു, നബിയുടെ ഹദീസിനെ ഒരു സംഭവമായി ഞാൻ കാണുന്നു, അതിനൊരു മഹത്വമായി ഞാൻ കാണുന്നു. വകാന യക്റഹു അൻ യുഹദ്ദിസ വഹുവ ഖായിമുൻ ഔ മുസ്തഅജിലുൻ, പെട്ടെന്ന് നിന്നിട്ട് അതല്ലെങ്കിൽ ഓടിപ്പോകുന്നതിൻ്റെ ഇടയിലൊന്നും അദ്ദേഹം ഹദീസ് പറയുന്നതിനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് അത് വെറുപ്പായിരുന്നു. പെട്ടെന്ന് ധൃതിയിൽ പറഞ്ഞിട്ട് ഹദീസ് പോകുന്നതായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് അത് വെറുപ്പായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവാൻ, നബിയോടുള്ള മഹത്വമാണ് അദ്ദേഹം അവിടെ നബിയുടെ സംസാരത്തോട് അല്ലെങ്കിൽ നബിയുടെ ഹദീസുകളോടുള്ള അദ്ദേഹത്തിന്റെ ആദരവാണ് അതെല്ലാം സൂചിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു ഹദീസുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിന്റെ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ മെന്റാലിറ്റി ഹദീസുകൾ കേൾക്കാൻ കൊതിക്കണം, അത് വായിക്കാൻ, അത് പഠിക്കാൻ, അതിനു വേണ്ടിയുള്ള നമ്മുടെ സമീപനങ്ങളിൽ മാറ്റം വരുത്തണം. ഒരുപാട് നമുക്ക് അതിനോട് ഇഷ്ടം തോന്നണം. കാരണം അതിനെ അങ്ങനെ സ്നേഹിച്ച ഒരു സമൂഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റിലും നബിക്ക് ശേഷവും ഒരു കാലം വരെ എന്ത് ചെയ്യുന്നത്, നിലനിന്നിരുന്നത്. ഇന്ന് പലപ്പോഴും ആ ഒരു ഹുർമത്തിനെ സമൂഹത്തിൽ നഷ്ടപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഹദീസ് ക്ലാസുകളൊന്നും ഒരിക്കലും നിശ്ചലമാവാൻ പാടില്ല. അതൊക്കെ ഒഴിഞ്ഞു പോകാൻ
നൽകാനുള്ള ഇടങ്ങളാവാൻ പാടില്ല. പരമാവധി അതിനെ നമ്മളെ കൊണ്ട് സജീവത അതിന് നൽകാൻ പറ്റുമെങ്കിൽ അതിനെ സജീവമാക്കേണ്ടത് നമ്മളാണ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കലും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ നബിൻ്റെ അടുത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, എനിക്ക് എപ്പോഴാണ് അന്ത്യസമയം എന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അന്ത്യസമയം എപ്പോഴാ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാദാ അജത്തല, നീ എന്താ ഇതിനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? അന്ത്യസമയം എപ്പോഴാവട്ടെ, എന്താണ് നീ അതിനു വേണ്ടി തയ്യാറാക്കിയത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എൻ്റെ അടുത്ത് കാര്യമായിട്ടില്ല, അമലൊന്നുമില്ല, നമ്മളെപ്പോലെ തന്നെ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഇത് സ്വഹാബിയാണ്, നമ്മൾ വേറെ അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലാണ് ഈ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം മറുപടി പറഞ്ഞു, ഹുബ്ബുല്ലാഹ് വറസൂലിഹി, എനിക്ക് അള്ളാഹിനോട് സ്നേഹാൻ, അള്ളാഹിൻ്റെ റസൂലിനോട് സ്നേഹമാണ്. നബിയോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ നബിയുടെ ഹദീസുകളെ നമ്മൾ സ്നേഹിക്കണം. ആ നബിയുടെ ഹദീസുകളെ നമ്മൾ എന്ത് ചെയ്യണം? ആദരവോടുകൂടി കാണണം. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഫഇന്നക മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നീ അവരോടൊപ്പമാണ്. നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നീ അവരോടൊപ്പമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ ദുനിയാവിലെ ജീവിതത്തിൽ ഞാൻ മുസ്ലിമായതിനു ശേഷം ഇതുപോലെ ഒരു വാക്ക് കേട്ടിട്ട് ഞാൻ സന്തോഷിച്ചിട്ടില്ല. അത്രമേൽ സന്തോഷത്തിൻ്റെ വാക്കാണ് റസൂൽ പറഞ്ഞത്. കാരണം എനിക്ക് അള്ളാഹിനെ ഇഷ്ടാണ്, അള്ളാഹിൻ്റെ റസൂലിനെ ഇഷ്ടാണ്. നാളെ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ ദാസനായി സ്വർഗം എനിക്ക് സാധ്യമാണ്. മാത്രവുമല്ല നബിയോടൊപ്പം കഴിയാലോ. എനിക്ക് നബിനെ മാത്രമല്ല, വഉഹിബ്ബു അബാ ബക്കർ വഉഹിബ്ബു ഉമർ ഫഅർജു അൻ അകൂന മഅഹും വഇല്ലം അഅമൽ ബിഅഅമാലിഹിം, അവർ ചെയ്ത അമലൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും അവരെ ഇഷ്ടപ്പെട്ടതിനാൽ എനിക്ക് അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ കഴിയാലോ. ഇതിലും പോകുന്ന ഒരു മഹത്വം വേറെ ആർക്കുള്ളതാ? ഈ ഹദീസൊക്കെ പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയുന്നു, അഹ്ലുൽ ഹദീസ്, ഹദീസിന്റെ ആളുകൾ, ഹദീസ് പഠിക്കാനും അത് കേൾക്കാനും കഴിവിന്റെ പരമാവധി ശ്രമം നടത്തിയ ആളുകൾ, ഹും ഔലൻ നാസി ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവർ നാളെ പരലോകത്ത് അവരാണ്. കാരണം നബിനെ അനുധാവനം ചെയ്യാനും അല്ലെ നബിനെ പഠിക്കാനും അവസരം കിട്ടിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ നബിയുടെ കൂടെ, ഒരിക്കൽ റസൂൽ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ഖിയാമത്ത് നാളിൽ നബിയോട് ചേർന്ന് നിൽക്കുന്നവൻ ആരാ? ഔലൻ നാസി ബി യൗമൽ ഖിയാമ. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, ആരാണതൻ? മൻ അക്സറ അലയ്യ സ്വലാത്ത്, അല്ലെ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചവനാന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വർദ്ധിപ്പിച്ചവനാന്ന് പറഞ്ഞു. അഹ്ലുൽ ഹദീസോളം സ്വലാത്ത് വർദ്ധിപ്പിച്ചവർ ഈ ദുനിയാവിലില്ല എന്നാണ് ഹദീസ് വിശദീകരിക്കുന്ന ചില മുഹദ്ദിസുകൾ പറഞ്ഞു. കാരണം നബിയുടെ ഹദീസുകൾ 1000 ചില്ലാൻ അല്ലെങ്കിൽ 5000 ചില്ലാനും വരുന്ന ഹദീസുകൾ ഇങ്ങനെ വായിക്കാനൊക്കെ അവസരം കിട്ടിയവൻ എത്ര തവണ ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ അതിൽ വരുന്ന ഓരോ മറുപടിക്കും നബിയുടെ പേരിനോടൊപ്പം സലാത്ത് ചെല്ലാത്തവരാരുണ്ട്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഹ്ലുൽ ഹദീസ് ഫീ കുല്ലി സമാനിൻ കസ്സഹാബ, ഹദീസിന്റെ ആളുകൾ എല്ലാ കാലത്തും സഹാബികളെ പോലെയാണ്. സ്വഹാബികളെന്നല്ല, ഏതുപോലെ? ഫീ സമാനി, നമ്മളെ കാലത്ത് നബിയുടെ കാലത്തുള്ള സ്വഹാബികളെ പോലെയാണ് ഹദീസ് കേൾക്കുന്നവർ, അത് പഠിക്കുന്നവർ, പ്രചരിപ്പിക്കുന്നവർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നു, വകാന യഖൂൽ ഇദാ റഅയ്തു സ്വഹാബ ഹദീസിൻ ഫകഅന്നി റഅയ്തു അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹ്, ഞാനൊരു ഹദീസ് പറയുന്ന ഒരാളെ കണ്ടാൽ എനിക്കത് പലപ്പോഴും തോന്നാറുള്ളത് നബിയുടെ അസ്ഹാബുകളിൽപ്പെട്ട ഒരാളായിട്ടാണ്. കാരണം നബിൻ്റെ വർത്തമാനം പ്രചരിപ്പിക്കുന്നത് ആരാ? സഹാബികളാണല്ലോ. ഒരു ഹദീസ് പറഞ്ഞു തരുന്ന ഒരാളെ നബിയുടെ ആളുകളായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തആല വിശദീകരിച്ചു, അഹ്ലുൽ ഹദീസ് ഹും അഹ്ലുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണ് നബിയുടെ ഹദീസുകളുടെ ആളുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു. നബിയെ നമ്മൾ കണ്ടിട്ടില്ല, നബിയോടൊപ്പം നമ്മൾ ചേർന്നിട്ടില്ല, വലം യസ്ഹബു, നബിയോടൊപ്പം നമ്മൾ സഹവസിച്ചിട്ടില്ല. പക്ഷേ വലം യസ്ഹബു നഫ്സഹു അൻഫാസഹു സഹിബു, നമ്മുടെ ദേഹം നബിയോട് ഒട്ടിരുമിയില്ലെങ്കിലും നമ്മുടെ മനസ്സുകൾ, നമ്മുടെ ദീർഘശ്വാസങ്ങൾ, നമ്മുടെ നിശ്വാസങ്ങൾ നബിയുടെ വർത്തമാനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചവരാണ്. അതുകൊണ്ട് അഹ്ലുൽ ഹദീസ്, അള്ളാഹു അവർക്ക് ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹു നൽകിയതായി അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് കാണാം. ദീന് പഠിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളും ഹദീസ് വായിക്കാൻ വേണ്ടിയിരിക്കുന്ന, ഹദീസ് കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന ആൾക്ക് ജീവിതത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. കാരണം ദീനാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. അതുകൊണ്ട് ദീനുള്ളവൻ, അറിവുള്ളവൻ അവരൊരിക്കലും അറിവില്ലാത്തവനെ പോലെയല്ല എന്ന് അള്ളാഹ് എടുത്തു പറഞ്ഞു. മലക്കുകളോടൊപ്പം അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദയായി നിൽക്കുന്നവരാണ് അറിവുള്ളവരെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. പടച്ച റബ്ബിനെ നന്നായി പേടിക്കുന്നവരും ഈ സമൂഹമാണ് എന്ന് പറയുമ്പോൾ ആ പ്രവാചകന്റെ
അനന്തരാവകാശികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമെന്നൊക്കെ പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഖാല റസൂലുള്ളാഹ് സമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറനി റസൂലുള്ളാഹ് വഅല്ലമനി റസൂലുള്ളാഹ് ഒരുപാട് ടേംസുകൾ ഉണ്ട്, ഒരുപാട് രീതികൾ. നബി പറഞ്ഞു, നബി ഞങ്ങളെ പഠിപ്പിച്ചു, നബിയെ ഞങ്ങൾ കണ്ടു, നബിയെ ഞങ്ങൾ കേട്ടു എന്ന് പറയുന്ന സഹാബികളുടെ വർത്തമാനങ്ങളുടെ ഈ ശൃംഖലകളെ പ്രിയപ്പെട്ടവർ, അതിൻ്റെ സൗന്ദര്യങ്ങളെ, അതിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ സ്വാധീനവും ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അള്ളാഹു ഇനിയുള്ള ഒരായുഷിൽ അതിനുവേണ്ടി നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പോരായ്മകൾ അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി തരട്ടെ. അള്ളാഹ് നമ്മൾ ആമുഖമായി ഓതി വെച്ചത് സൂറത്ത് ഇസ്രായേൽ ഒരു ആയത്തായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, സൂറത്ത് ഇസ്രായേൽ ആയത്ത്, ആ ആയത്ത് താൻ യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം. റബ്ബ് പറയുന്നു, എല്ലാ ജനങ്ങളെയും അവരെ ഇമാമിൻ്റെ ഒപ്പം ഞാൻ നാളെ വിളിച്ചുകൊണ്ടിരും. പരലോകത്ത് അള്ളാഹ് ഒരുമിച്ച് കൂട്ടും. ഇമാമിൻ്റെ ഒപ്പം എന്താണ്? ഇമാം എന്ന് പറഞ്ഞാൽ നേതാവ്. നമ്മളെ ഇമാമാരാ? ചില ഈ ഹദീസ് ഖുർആനാണ് അല്ലേ, ഫീ ഇമാമി മുബീൻ എന്നാണ്. പക്ഷേ ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ ചില മുഫസ്സിൽ പറഞ്ഞ ആരാന്നറിയോ? അഹ്ലുൽ ഹദീസിന്, അസ്ഹാബുൽ ഹദീസിന് അവരെ ഇമാമു റസൂലാണ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിൻ്റെ ഒപ്പം ചെന്നാൽ, നബിയോടൊപ്പം അവിടെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ ആ വിചാരണയുടെ സന്നിധിയിൽ അതിഭീകരമായ നിമിഷങ്ങളിൽ നബി നേതാവായി മുന്നിലുണ്ടാകുമ്പോൾ പിന്നെ എന്തിന് ഭയക്കണം? അവരുടെ മനസ്സിനുണ്ടാകുന്ന ആശ്വാസം അത് ചില്ലറയല്ല. അള്ളാഹു വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നബിയെ അനുധാവനം ചെയ്യുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നബിയുടെ വർത്തമാനങ്ങൾക്ക് വേണ്ടി ആയുഷ്യ ചെലവഴിക്കുന്നവരിൽ, അതിനുവേണ്ടി സമയവും അതിനുവേണ്ടി എല്ലാം വിനിയോഗിക്കുന്നവരിൽ അള്ളാഹു നമുക്ക് എല്ലാവിധ ഹൃദയവിശാലയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പോരായ്മകൾ അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി തരട്ടെ. ഹദീസ് പഠിക്കാൻ ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, അത് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുക. അള്ളാഹു ഇത്തരം അവസരങ്ങൾ ഇനിയും നിലനിർത്തി തരട്ടെ. ഇതൊക്കെ ഏത് കാലത്താണ്, പ്രത്യേകിച്ച് ഈ ഒരു അന്യദേശത്തൊക്കെ ഇത് നിന്ന് പോകാന്നറിയില്ല. നിന്ന് കഴിയുമ്പോഴായിരിക്കും പലർക്കും അപ്പോൾ അത് ഉപയോഗപ്പെടുത്താമായി. അതിനെപ്പറ്റിയുള്ള വർത്തമാനങ്ങളൊക്കെ അന്ന് കുറേ കൂടുന്നല്ലാതെ ഉള്ള സമയങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുവേണ്ടി ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഭാരവാഹികൾക്ക്, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഭരണാധികാരികൾക്ക് അള്ളാഹു എല്ലാ നന്മകളും കൊടുക്കട്ടെ. അവിടെ മനസ്സുകൾ വിശാലമാക്കട്ടെ, അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ഒരുപാട് ഉസ്താദുമാർ നമ്മുടെ ആയുസ്സിൽ കടന്നു പോയിട്ടുണ്ടാകും. ഒരു അലിഫ് മുതൽ ബാ മുതൽ പഠിപ്പിച്ച് തന്ന് ഒരുപാട് വിവരങ്ങൾ നമുക്ക് ചുരിഞ്ഞു തന്ന ഗുരുനാഥന്മാർ, അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്തും റഹ്മത്തും നൽകട്ടെ, മഗ്ഫിറത്ത് ചൊരിയട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അവിടെ തിന്മകൾ അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹു അവർക്ക് നീ റഹ്മത്ത് ചൊരിയണേ റബ്ബേ, മഗ്ഫിറത്ത് ചൊരിയണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ എല്ലാറ്റിലും കൺകുളിർമ പ്രദാനം ചെയ്യണേ. ഖൈറും ബർക്കത്തും നൽകണേ. വലിയ വലിയ മാരക അസുഖങ്ങളിൽ നിന്ന് കാക്കണേ. ഒരുപാട് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ, ശിഫ കൊടുക്കണേ, സമാധാനം കൊടുക്കണേ. അവർക്ക് സാമ്പത്തികമായി ഞെരുക്കങ്ങളുണ്ടാവും. ഈ ചികിത്സയിലൊക്കെ ഭാരിച്ച ചെലവുകൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. വലിയ ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ, ഞങ്ങളുടെ ആരാധനകൾ സ്വീകരിക്കണേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാകുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.